ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാമീസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുഡിംഗ് റെസിപ്പിയാണ്. 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. നല്ല ടേസ്റ്റി, നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന പുഡിങ് കൂടിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കാതെ നമുക്ക് ഡയറക്റ്റായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ആറാൻ വയ്ക്കാം. ഇനി മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ 4 ടീസ്പൂൺ വെള്ളം നന്നായിട്ട് കുറുകി വരുന്നത് വരെയും നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ പുഡിങ്ങിനുള്ള കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ചൂടോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലാണ് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ എല്ലാ സ്ഥലത്തിലും എത്തുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരത്തെ തിളപ്പിച്ച് വെച്ച പാല് നന്നായി ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇതിലെന്തെങ്കിലും തരികളുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടി അടുപ്പത്തൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച കാരമലിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത പുഡിംഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് ഇതുപോലെ അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ആവിക്ക് വയ്ക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ആകുമ്പോഴേക്കും തന്നെ സെറ്റായി കിട്ടും. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പുഡിംഗാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നതും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതുമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.